പ്രശസ്ത കലാകാരൻ പ്രദീപ് ലാലിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള ചിലവ് കണ്ടെത്തുവാൻ നടത്തുന്ന ബസ്സുകളുടെ കാരുണ്യയാത്ര കോഴിക്കോട് RTO കെ സന്തോഷ് കുമാർ പന്തീരങ്കാവിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. പന്തീരങ്കാവ് മേഖല ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷനാണ് കാരുണ്യയാത്ര സംഘടിപ്പിക്കുന്നത്. പ്രദീപ് ലാലിന്റെ ചികിത്സയ്ക്ക് എത്രയും വേഗം ഈ നിശ്ചയിച്ചിരിക്കുന്ന 55 ലക്ഷം രൂപ കളക്ട് ചെയ്യുവാനും അദ്ദേഹം സുഖം പ്രാപിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ശോഭിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രദീപ് ലാലിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി 55 ലക്ഷം രൂപ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ കാരുണ്യയാത്ര. 26ഓളം മിനി ബസ്സുകളാണ് കാരുണ്യയാത്ര നടത്തുന്നത്. പന്തീരങ്കാവിൽ സംഘടിപ്പിച്ച ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷൻ SHO കെ ഷാജു മുഖ്യ അതിഥിയായി. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പന്തീരങ്കാവ് മേഖലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് മൂസ സുൽത്താൻ, PK പ്രേംനാഥ്, നടന്മാരായ ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, നവാസ് വള്ളിക്കുന്ന്, ദേവരാജ്, കൂടാതെ ദിനേശ് പെരുമണ്ണ, രമ്യ തട്ടാരിൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിൽ തന്നെ ബസ് ഉടമകളും ബസ് തൊഴിലാളികളും ചേർന്നാണ് പല ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകിറങ്ങുന്നത്. ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഈ പന്തീരങ്കാവ് മേഖലയിൽ ഇത് 6ാം തവണയാണ് ഞങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളുടെ ഇടയിൽ നിന്നും അവർ സഹായിച്ച് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഏജൻസിയായിട്ട് ആണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എല്ലാ തൊഴിലാളികളും ഉടമസ്ഥരും കൂടി കൂട്ടായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇന്ന് കിട്ടുന്ന ഈ ബസ്സിൻ്റെ കലക്ഷൻ അത് ടിക്കറ്റ് കൊടുക്കാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാത്രത്തിൽ സ്വരൂപിച്ച് അവർക്കിഷ്ടമുള്ളത് തരിക. അപ്പോൾ പല ആളുകളും വലിയ സഹായങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നേരിട്ട് ബസ്സിൻ്റെ ഡീസൽ അടിച്ചതിന് ശേഷം ആ തുക സ്വരൂപിച്ച് രോഗിക്ക് നേരിട്ട് എത്തിക്കുക എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതോടുകൂടി ബസ്സിൽ നിന്ന് മാത്രമല്ല ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആളുകളെയും ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂട്ടായിട്ട് സമീപിച്ചുകൊണ്ട് അവരോട് പരമാവധി സഹായങ്ങൾ സ്വരൂപിക്കുക എന്നാണ് ഞങ്ങളിത് ചെയ്യുന്നത്.